മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചാൽ പിന്നീട് മന്ത്രിയാവാനോ ജയിക്കാനോ പറ്റില്ല എന്നൊരു അന്ധവിശ്വാസം ആളുകൾക്കിടയിൽ നിലനിൽപ്പുണ്ട്. അത് OJ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊടുങ്ങല്ലൂർ തമ്മിൽ അത് ആ വീട് ഏറ്റെടുത്തു. അങ്ങനെയുള്ളതൊക്കെ വരിക. അബദ്ധങ്ങളിൽ ചെന്ന് ചാടും, ആവശ്യമില്ലാത്ത ഒക്കെ കോൺട്രവേഴ്സീസ് വരും. അതായത് രാഷ്ട്രീയ ആയാലും ശരി, രാഷ്ട്രത്തിന് ഗുണം വേണേ. അത് വേണം. രാഷ്ട്രത്തിന് ഗുണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ നോർത്ത് എന്ന് പറയുന്നതാണ് കുബേരൻ എന്ന് പറയും. അപ്പോഴാണ് ബിസിനസിന്റെ ഒക്കെ പുതിയ തലങ്ങളിലേക്ക് ഉയരുക. നമ്മൾക്ക് ഇനി വരുന്നതിൽ അതൊക്കെ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്, സമര ഗേറ്റ് പൂട്ടിയിട്ടിരുന്ന 10 കൊല്ലം കഴിഞ്ഞപ്പോ VD സതീശൻ വന്നപ്പോ തുറന്നു. എനിക്ക് കൃത്യമായ ഉപദേശം VD സതീശന് കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെ തുറന്ന ദിവസത്തിൽ അദ്ദേഹത്തിന് കണ്ടോൺമെന്റ് ഗേറ്റ് ഉണ്ട് എങ്കിൽ പോലും ഇന്നലെ അദ്ദേഹം ഇറങ്ങി പോയതും ഇന്ന് വന്നതും ഒക്കെ നോർത്ത് ഗേറ്റ് വഴിയാണ്. ഇപ്പൊ നോർത്തിലേക്ക് ഇറങ്ങി പോവുകയാണോ, അത് നോർത്ത് യൂട്ടിലൈസ് ആയോ, കുബേരനോട് ഓപ്പൺ ആയി? നമസ്കാരം, അവാക് മീഡിയയിലേക്ക് സ്വാഗതം. അവാക് മീഡിയയിൽ ഇന്ന് അതിഥി ഡോക്ടർ നിഷാന്ത് തോപ്പിലാണ്. സാർ നമസ്കാരം. നമസ്തേ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ആരെങ്കിലും ഒക്കെ പുതിയ പ്രേക്ഷകരുണ്ടെങ്കിൽ വാസ്തു ആചാര്യനും വാസ്തു വിദഗ്ധനുമായ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാർ. സാർ, നമ്മളെ കഴിഞ്ഞ പരിചയപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് വീഡിയോകൾ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണ് ഈ സന്യാസിമാർ, അത് ഏത് മതത്തിൽപ്പെട്ടവരും ആകട്ടെ, ആശ്രമങ്ങൾ, ഈ ആശ്രമങ്ങൾ പണിയുമ്പോൾ, അവരുടെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ, ഈ സ്പിരിച്വലി ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ വാസ്തുശാസ്ത്രം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെരി ഗുഡ്, നല്ല ചോദ്യം. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരിക സന്യസിച്ചെന്നാണ്. അതായത് ആഗ്രഹങ്ങളൊക്കെ അഗ്നിക്ക് കൊടുത്തു, അഗ്നി എടുത്ത് പുതപ്പിക്കുന്നു. അതാണ് എന്താ പറയുക, നമ്മളെ കാവ്യവസ്ത്രം എന്നാ പറയുക. അപ്പോൾ ഏത് മതവിഭാഗത്തിലായാലും സന്യാസിമാരുണ്ട്. യഥാർത്ഥത്തിൽ വാസ്തു ഒരു ഫിസിക്കൽ സബ്ജക്റ്റാണ്. പക്ഷേ ഫിസിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ ശരി, ഇപ്പോൾ ആശ്രമങ്ങൾ വേണം, കെട്ടിടങ്ങൾ വേണം, അരമനകൾ വേണം. അപ്പോൾ അതിനൊക്കെ വാസ്തു നോക്കിയേ പറ്റുമെന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ ആസ്പെക്റ്റാണ്. അതായത് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വലി ഉള്ള ഉന്നമന, അതായത് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രാണൻ, സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ സ്പിരിറ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ പറയില്ല, എന്താ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണോ, ആരോഗ്യമുള്ള ചുറ്റുപാട് വേണം. അപ്പോൾ ഈ വീട്ടിനൊരു പ്രാണനുണ്ട്, ആ പ്രാണനുണ്ട്, ഒരു ഊർജ്ജമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പറയില്ല, എന്താണ് ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ നമ്മൾ 7 ചക്രങ്ങൾ ഇതൊക്കെ പറയില്ല. ഇതേ സാധനമൊക്കെ നമ്മൾ വീട്ടിനുണ്ട്. അപ്പോൾ ഇതും കൂടി അലൈൻഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് വരും. വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സന്യാസിയാണോ ഇതൊന്നുമില്ല. കാരണം ആരാണോ അതിൽ കിടന്നുറങ്ങണത് അല്ലെങ്കിൽ ആരാണോ അത് ഉപയോഗപ്പെടുത്തുന്നത് അതിന് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അങ്ങ് ചോദിച്ച ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നടക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരുജി എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രം അത് പോരെ, പിന്നെ എന്തിനാ വാസ്തു നോക്കണേ, എൻ്റെ അടുത്ത് എല്ലാവരും ഇതാ. പക്ഷേ ഗുരുജി തന്നെ വീണ്ടും വാസ്തുവിൻ്റെ കോഴ്സുകളും ഇതൊക്കെ ആകാൻ എൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ല പറയണം. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നോരോ ആസ്പെക്റ്റാണ്. സ്പിരിച്വലി ഉയരുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതൊക്കെ വിട്ടിട്ട് പോകുക എന്നല്ല. അപ്പോൾ തിയറി പറയുക യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേന്ന, ഈ പിണ്ടം എങ്ങനെയാണോ അതുപോലത്തെ ഒരു ബ്രഹ്മാണ്ടം ഉണ്ടാകുക. അപ്പോൾ വാസ്തുവിൽ പറയുക ബ്രഹ്മാണ്ടം. അപ്പോൾ ബ്രഹ്മാണ്ടം നമുക്ക് അനുകൂലമല്ല എങ്കിൽ നേരെ ഇത് ഓപ്പോസിറ്റ് അടിക്കും. അപ്പോഴാണ് ഈ സന്യാസിമാർക്കും ഓരോരോ പേര് ദോഷമോ അതും ഇതൊക്കെ വരിക, അങ്ങനെയുള്ളതൊക്കെ വരിക. അബദ്ധങ്ങളിൽ ചെന്ന് ചാടും, ആവശ്യമില്ലാത്ത ഒക്കെ കോൺട്രവേഴ്സീസ് വരും. ഈ ചോദ്യത്തിനകത്ത് ചിലപ്പോൾ ഒരു മഠേതരം ഉണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. ആരാധനാലയങ്ങൾ പണിയുമ്പോൾ വാസ്തുശാസ്ത്രം നോക്കാറുണ്ട്, തച്ചുശാസ്ത്ര വിധി പ്രകാരം ആണ് നോക്കുന്നത്. അപ്പൊ പിന്നെ അവരെ ആരാധിക്കുന്ന സന്യാസി വര്യന്മാർക്ക് അത് വേണമോ എന്ന് ചോദിക്കുന്നതിൽ ശരിയാണോ എന്നൊരു സംശയം വരും. അല്ല, അതെന്താണെന്ന് വെച്ചാല് സാധാരണ ആളുകളുടെ ധാരണ ഞാൻ സ്പിരിച്വൽ ആകുമ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്നുള്ളൊരു ധാരണയാണ്. ഞാൻ സ്പിരിച്വലി പോവുകയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ എല്ലാം ഒഴിവാക്കിയ ആളാണ്, എനിക്ക് വാസ്തുവിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ഇങ്ങനെയാണ് അധികം ആളുകളുടെ, എത്രയോ ആളുകളുണ്ട്, ഞാൻ തന്നെ അറിയുന്ന കുറേ സന്യാസി സുഹൃത്തുക്കളൊക്കെ അങ്ങനെ പറയും. പക്ഷേ
ഇവർക്കെല്ലാവർക്കും നിലനിൽപ്പ്, അതുമാതിരി തന്നെ എന്താ ഉയർച്ച, ഇതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചമായിട്ട് അലൈൻ ചെയ്താലാണ് ആകുക. അതിപ്പോൾ ബോംബെയിലൊക്കെ ഉള്ള 2-3 സന്യാസിമാരുണ്ട്, ഇപ്പം ജയിലിൽ കിടക്കുന്ന ആളുകളും ഉണ്ട്. അത് പുതിയ ബിൽഡിംഗ് എടുത്തു, കെട്ടിടം എടുത്തു, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറച്ചുണ്ട് അത് ബോംബെയിലൊക്കെ ഉള്ളത്. ഇതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വാസ്തു വർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഫിസിക്കലാണ്. അപ്പോൾ അതായത് ഇപ്പോൾ സന്യാസിയായാലും സാധാരണക്കാരനായാലും നമുക്കൊരു ശരീരമുണ്ട്, ഇത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ വാസ്തു എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങളെ അലൈൻ ചെയ്യൽ തന്നെയാണ് വാസ്തുവിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഊർജവും ഈ പഞ്ചഭൂതങ്ങളുടെ അലൈൻമെൻറ്റും ഓപ്പോസിറ്റായി പോയ പ്രശ്നം വരും. അപ്പോൾ അത് സന്യാസിയാണോ ശരി, ആരായാലും വരും. പിന്നെ അത് ഗ്രോത്ത് ഉണ്ടാകണോ അതിൻ്റെതായിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോൾ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ബാംഗ്ലൂർ ആശ്രമം, ഞാൻ കുറേ വർഷം അവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ആ ആശ്രമത്തിൻ്റെ പ്രവേശന കവാടം തെക്ക് വശത്തുള്ള ഇതിലൂടെയായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഗുരുജിയുടെ ഒരു ഗ്രോത്തും ഇപ്പം നോർത്തിലേക്ക് മാറിയപ്പോഴുള്ള ഒരു ഗ്രോത്തും എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ സൗത്ത് ഭാഗത്തുള്ളതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ആ ഗേറ്റ് ഒന്നും അധികം ഓപ്പൺ ചെയ്യാറില്ല. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ബന്ധപ്പെടുന്ന ഒരു ആശ്രമത്തിനെ കൊണ്ടാട്ടോ അതിങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ പല ആശ്രമങ്ങൾക്കും ഉണ്ട് അത്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല, എന്താ പറയുക, നമ്മളെ സന്യാസി വൈര്യം തന്നെ മതി എന്ന് പറയുന്നതിലൊക്കെ അവർക്ക് വന്ന പാകപ്പിഴകളും കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്, സമര ഗേറ്റ് പൂട്ടിയിട്ടിരുന്ന 10 കൊല്ലം കഴിഞ്ഞപ്പോ തുറന്നു. അത് എന്തായാലും അതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച സെക്രട്ടേറിയറ്റ് ആണ്. എന്തായാലും ഈ വാസ്തുശാസ്ത്രമൊക്കെ നോക്കി തന്നെ ആയിരിക്കുമല്ലോ. ആണ്, തീർച്ചയായിട്ടും. ഇനി നോർത്ത് തുറന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഗ്രോത്ത് ഉണ്ടാകുക. ഇനിയാണ് ശരിക്കും, അതായത് രാഷ്ട്രീയ ആയാലും ശരി, രാഷ്ട്രത്തിന് ഗുണം വേണേ. അത് വേണം. രാഷ്ട്രത്തിന് ഗുണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ നോർത്ത് എന്ന് പറയുന്നതാണ് കുബേരൻ എന്ന് പറയും. അപ്പോഴാണ് ബിസിനസിൻ്റെ ഒക്കെ പുതിയ തലങ്ങളിലേക്ക് ഉയരുക. നമ്മൾക്ക് ഇനി വരുന്നതിൽ അതൊക്കെ പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് തുറന്നു എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവായി. ഇതിപ്പോ ഒന്നിനെതിരായിട്ട് പറയുന്നില്ല അല്ലെ, വാസ്തുവിന്റെ ആസ്പെക്ട് പറയാണ്. അപ്പൊ വാസ്തുവിന്റെ ആസ്പെക്ട് പറയുമ്പോൾ സൗത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഇത് ഈസ്റ്റിലുണ്ടായിരുന്നു. എന്നാലും നോർത്ത് ആണ് കരിയർ ലെവലിൽ മുന്നോട്ട് പോവുക. എനിക്ക് കൃത്യമായ ഉപദേശം വി ഡി സതീശന് കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെ തുറന്ന ദിവസത്തിൽ അദ്ദേഹത്തിന് കണ്ടോൺമെന്റ് ഗേറ്റ് ഉണ്ട്, ഇന്നലെ അദ്ദേഹം ഇറങ്ങി പോയതും ഇന്ന് വന്നതും ഒക്കെ നോർത്ത് ഗേറ്റ് വഴിയാണ്. അല്ല, കരിയർ ഗ്രോത്തിനും ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. ഇന്റർവ്യൂവിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ വീടിൽ തന്നെ നോർത്തിലേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. അപ്പൊ നോർത്തിലേക്ക് ഇറങ്ങി പോവുകയാണോ, അത് നോർത്ത് യൂട്ടിലൈസ് ആയോ, കുബേരൻ അവിടെ ഓപ്പൺ ആയി. കുബേരൻ മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രോത്തിനുള്ള പാത തെളിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പോസിറ്റിവിറ്റി വരും. അതുമല്ല, കുറച്ചുകൂടി ചിരിച്ച മുഖാവും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. ഒരു പോസിറ്റിവിറ്റി അവിടെ വരും. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോ ജനങ്ങൾക്കും ഗുണമുണ്ടാവും, നമ്മൾക്കും ഗുണമുണ്ടാവും. ഇപ്പൊ ഈ ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒരു വാസ്തുവിലുള്ളൊരു കോൺട്രവേഴ്സി ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ ഇങ്ങനെയൊരിത്. എന്നാലും അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നരേന്ദ്രമോദി നമ്മള് പാർലമെന്റിന് രൂപം കൊടുത്ത എങ്ങനെയാണ്, മയൂരായിട്ട് ത്രികോണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇതിന് രസം തോന്നിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. കാരണം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വാസ്തുവിൽ എപ്പോഴും ചതുരാണ് കാണുക. പക്ഷെ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് ത്രികോണം കൊടുത്തിട്ട്. ത്രികോണം എന്ന് പറഞ്ഞാൽ പാടില്ല എന്നാ പറയുക എല്ലാവരും. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ പല കൺസെപ്റ്റിനും പല ഉദ്ദേശങ്ങളാണ്. അതായത് സാധാരണ ഒരു ഗൃഹസ്ഥാശ്രമിയാണോ, പണം വരണം, ഭാര്യ ഉണ്ടാകണം, മക്കൾ ഉണ്ടാകണം, ഇങ്ങനെയുള്ളതിനാണ് സമചതുരായിട്ട് ഇത് പറയുന്നത്. നേരെ മറിച്ച് രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാകുന്ന അഗ്നി തത്വമാണ് ട്രയാങ്കിൾ. ഓരോരോ തത്വത്തിനും ഓരോ ഫോം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഫയറാണ്, അഗ്നിയാണ് അവിടുത്തെ എലമെന്റ്. അപ്പോൾ ഈ അതായത് വെറുതെ എം പിമാരൊന്നും പുറത്തിരുന്നിട്ട് ഉറക്കം തൂങ്ങിയിരിക്കേണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനൊരു കുഴപ്പമുള്ളൂ, ധാരാളം തർക്കങ്ങൾ വരും. പക്ഷേ നല്ലൊരു ഭരണപക്ഷവും നല്ലൊരു പ്രതിപക്ഷവും ഉണ്ടായിട്ട് തർക്കത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടുക. അപ്പോൾ ഈ അഗ്നി ഷേപ്പ്, അതായത് ട്രയാങ്കിൾ ഷേപ്പ് കൊടുത്തുകൊണ്ട് വാസ്തുക്കാരെല്ലാവരും, ഞാനറിയുന്നത് തന്നെ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ളവരൊക്കെ തന്നെ അതൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഉദ്ദേശം എന്താ അത് നോക്കിയിട്ട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അതായത് ഇപ്പോൾ സന്യാസിമാർ ആക്കുകയാണെങ്കിൽ സന്യാസിക്ക് അവർ സ്പിരിച്വലി ഉള്ള ഗ്രോത്താണ്. നേരെ കുറച്ച് നമ്മളൊരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലി ഉള്ള ഗ്രോത്താണ്. അവിടെ ഭാര്യ ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം, മക്കൾ ഉണ്ടാവണം, ഇതൊക്കെയാണ്. അപ്പോൾ അതിലൊരു ഉയരത്തിൽ തന്നെ വ്യത്യാസത്തിൻ്റെ പറയുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ആശ്രമത്തിൽ ഒരു ബിൽഡിങ് കേട്ടോ,
ആ ബിൽഡിംഗ് ത്രോടകാചാര്യ എന്ന് പറയും. അപ്പൊ ഈ ബിൽഡിംഗ് നോക്കുമ്പോൾ ഒക്കെ ഓപ്പോസിറ്റാ. അപ്പോൾ സൗത്ത് വെസ്റ്റ് താണിച്ച കിടക്കണ്, ഇങ്ങനെ എല്ലാം എൻ്റർലി ഡിഫറെൻറ്റാ. അപ്പൊ നോക്കിയപ്പോ അതിൽ താമസിക്കുന്നവരൊക്കെ ഈ എന്താ ബ്രഹ്മചാരികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നാച്ചുറലി എന്നെ അങ്ങനെയുള്ളത് വരികയാണ്. ഇത് രാഷ്ട്രീയത്തിൽ നിന്ന് ഇതിലേക്ക് മാറുകയല്ല കേട്ടോ. അല്ല ഒരു അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഈ മന്ത്രിമന്ദിരങ്ങളെ കുറിച്ച് 2-3 ദിവസമായിട്ട് ചർച്ച നടക്കുകയാണ്. ഇത് തർക്കം ഉണ്ടെന്നും സതീശൻ പറയുന്നത് തർക്കമൊന്നുമില്ല, ഞങ്ങൾ അത് എഴുതിച്ചു കൊടുത്തു, എല്ലാവരും എടുത്തു. അതിൽ തന്നെ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചാൽ പിന്നീട് മന്ത്രിയാവാനോ ജയിക്കാനോ പറ്റില്ല എന്നൊരു അന്ധവിശ്വാസം ആളുകൾക്കിടയിൽ നിലനിൽപ്പുണ്ട്. അത് OJ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊടുങ്ങല്ലൂർ തമ്മിൽ അത് ആ വീട് ഏറ്റെടുത്തു, അദ്ദേഹം അവിടെ താമസിക്കാൻ പോവാം. ഇത് വാസ്തുശാസ്ത്രപരമായ പ്രശ്നങ്ങളായിരിക്കുമോ?